സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ വൻ വിജയം നേടി. 26,803 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാജൻ ജെ പല്ലൻ മിന്നും വിജയം കരസ്ഥമാക്കിയത്. ആകെ 60,290 വോട്ടാണ് രാജൻ ജെ പല്ലൻ നേടിയത്. തൊട്ടടുത്ത LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണന് 33,487 വോട്ടും മൂന്നാം സ്ഥാനത്തായ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന് 28,662 വോട്ടുമാണ് ലഭിച്ചത്. നാലാം സ്ഥാനത്തെത്തിയ നോട്ടയ്ക്ക് 1,043 വോട്ടുകൾ ലഭിച്ചു. EVM വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ മുന്നിലായ രാജൻ ജെ പല്ലൻ വോട്ടെണ്ണൽ ഓരോ റൗണ്ട് പിന്നിടുമ്പോഴും ലീഡ് നില ഉയർത്തുകയായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ മേയറും 5 തവണ കൗൺസിലറുമായിരുന്നിട്ടുണ്ട് രാജൻ ജെ പല്ലൻ. ജനങ്ങൾ നൽകിയ വലിയ ഭൂരിപക്ഷം കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നുവെന്നും തൃശൂരിനൊപ്പമായിരിക്കും താനെന്നും ഈ വിജയം BJPക്കും സുരേഷ് ഗോപിക്കുമുള്ള മറുപടിയാണെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിൽ തൃശൂർ ജനത തൃശൂർ നിയോജക മണ്ഡലത്തിൽ വിജയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട്. തൃശൂർ ജനതയോട് പ്രത്യേകം നന്ദി പറയുന്നു. കൂടുതൽ ലഭിച്ച ലീഡ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ ലഭിച്ച ലീഡ് എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. തൃശ്ശൂരിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. പ്രത്യേകിച്ച് തൃശ്ശൂർ ജനതയോട് നന്ദിയുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ UDFന്റെ ഉറപ്പാർന്ന സീറ്റായി കണക്കാക്കിയിരുന്ന തൃശ്ശൂർ അനായാസമായാണ് രാജൻ ജെ പല്ലൻ സ്വന്തമാക്കിയത്. തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമായ വിജയസൂചന പുറത്തു വന്നതോടെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെട്ട ജനാവലി എടുത്തുയർത്തി ആഹ്ലാദ പ്രകടനം നടത്തി. TCV തൃശൂർ.